നമസ്കാരം. നെയ്യാറ്റിൻകര സ്വദേശിനി ആൻസിജി കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഷീജ അറസ്റ്റിലായി. ഇന്നലെയാണ് അറസ്റ്റ് സ്ഥിരീകരിച്ചത്. ഹുസൂരിൽ നിന്ന് തമിഴ്നാട് സ്പെഷ്യൽ ടീമാണ് ഇവരെ പിടികൂടിയത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തത്. കോളേജിലെ അധ്യാപകരിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നുമുണ്ടായ രൂക്ഷമായ മാനസിക പീഡനമാണ് അൻസിജിയെ ഈ ജീവനൊടുക്കലിലേക്ക് നയിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആരോപണം. നേരത്തെ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന അൻസിജി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മോശം ഭക്ഷണത്തിനെതിരെ സമരം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അധികൃതർ പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം പുറത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ തങ്ങി പഠിച്ചു വന്ന വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെന്റും നിരന്തരം വേട്ടയാടുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കരുങ്കൽ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് അൻസിജി താഴേക്ക് ചാടിയത്. കൈകാലുകൾക്കും ശരീരഭാഗങ്ങൾക്കും ഗുരുതരമായി ഒടിവുകളും പരിക്കുകളുമേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന വാദവുമായി കോളേജ് അധികൃതർ രംഗത്ത് വരികയായിരുന്നു. വിദ്യാർത്ഥിനി കോളേജിൽ വിലക്ക് ലംഘിച്ച് മൊബൈൽ ഫോണുമായി എത്തിയത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള മറ്റ് ആരോപണങ്ങളും പരാതികളും തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം. പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുങ്കൽ പോലീസ് കേസെടുക്കുകയും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതേസമയം മകൾ കോളേജിൽ ഫോൺ കൊണ്ടുപോയിട്ടില്ലെന്ന് അൻസിജിയുടെ അച്ഛൻ ബി അനിൽ പറഞ്ഞു. ബാഗിലൊക്കെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. നേരത്തെ കോളേജ് ഹോസ്റ്റലിൽ മോശം ഭക്ഷണം വിളമ്പിയതിന്റെ പേരിൽ കുട്ടികൾ സമരം ചെയ്തിരുന്നു. സമരം ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കിയിരുന്നു. വലിയ പിഴയൊടുക്കിയ ശേഷമാണ് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനുശേഷം അൻസിജി നേരിട്ടത് വലിയ മാനസിക പീഡനമായിരുന്നു. അങ്ങനെ അധ്യാപകരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, കാരണങ്ങളില്ലാതെ വഴക്കു പറയുന്ന അവസ്ഥയുണ്ടായി. ഇതിൽ മനം നൊന്താണ് കുട്ടി ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.